Hello guys, welcome back to Thunder Spark. വെൽക്കം. ഞാൻ കുറെ നാളായി എപ്പിസോഡ് ഇട്ടിട്ട്. എന്താന്ന് വെച്ചാൽ എന്റെ +2 +1 തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈം കിട്ടൂല. അപ്പൊ സാറ്റർഡേയും സൺഡേയും നോക്കാണ്. ഇനി അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, വീഡിയോ ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാനൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നിങ്ങൾക്ക് എന്താന്ന് കാണുന്നുണ്ടോ? അപ്പൊ ആൾക്കാര് പറയൂ, എടാ പൊട്ട, അതവിടെ പിന്നെ എന്താ ഉള്ളതെന്ന്. അപ്പൊ ഇതാണ് ഞാൻ ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, ഞാൻ ഇവിടെ ഒരു ഇതാക്കാൻ പോവാണ്. സീക്രറ്റ് ആയ ഒരു സ്ഥലം ഉണ്ടാക്കാൻ പോവാണ്. ഇതിന്റെ അകത്ത് ഞാൻ കുഴിച്ചു വെച്ചിട്ടില്ല, അത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിതാ ഇത് വലിച്ചാല് ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിന്റെ അടിയിലെത്തും. ഓക്കെ, എന്നിട്ട് നമ്മളിത് അവിടെയൊക്കെ മൈൻ ചെയ്താലാണ് ഇതാണ് നമ്മളുടെ ഇനി മ്യൂസിയം. ഇത് എന്താന്ന് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യാനുള്ള ബട്ടനാണ്. ക്ലോസ് ആയി, ഇരുട്ടായി. നമുക്ക് മേലെ പോയിട്ട് റീസോഴ്സ് ഒക്കെ എടുത്തു വരാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. എന്താന്ന് വെച്ചാല് നിങ്ങൾ വിചാരിക്കും ഞാൻ ചീറ്റ് ചെയ്യാൻ നിൽക്കാണ്. അല്ല, എന്താന്ന് വെച്ചാല് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബോറടിക്കും, പിന്നെ നിങ്ങള് ക്ലിക്ക് ചെയ്ത് കളയും, വേറെ വീഡിയോ ആണ്. ആ റിട്ടൻഷൻ അവിടെ നിർത്താനാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. അപ്പം എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നാറുണ്ടോ പ്ലീസ്? ഉള്ളത് കാര്യം പറഞ്ഞോ. ഉണ്ടെങ്കിൽ ഞാൻ എന്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റണോ? അതാണ് എന്റെ വീഡിയോസ് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇതങ്ങോട്ട് നമ്മളിത് ഇവിടെ ഉണക്കിയാൽ ഇവിടെ ലൈറ്റ് ആയി. ഇതാണ് ഞാൻ നമ്മളാക്കാൻ പോകുന്നത്. ഹലോ ബ്രോ, വാട്സ്ആപ്പ്. ടെലിപോർട്ടിംഗ് ഇൻ 3, 2, 1. നമ്മൾ ടെലിപോർട്ട് ആയിരിക്കുന്നു. വാവ്, നമ്മൾ ഇന്നലെ എടുത്ത ബാരലിന് നമ്മളെ ഡീപ് സ്ലേറ്റ് എമറാൾഡ് ഓർ എടുക്കുന്നു ഗൈസ്. എന്നിട്ട് ഇതാണ് അവിടുത്തെ മെയിൻ ഫ്ലെക്സ് ആവാൻ പോകുന്നത്. അവിടെ അതിന്റെ ചുറ്റിനും സെൻട്രൽ ബ്ലോക്കിലേക്ക് ഞാൻ ഇത് വെക്കാൻ പോകും. അപ്പം ബ്രോ നീ വാ ബ്രോ, നമുക്ക് ഒരുമിച്ച് ഇവനും കൂട്ടിയിട്ട് പോയിട്ട് കുറെ ആയി. ആക്സ് ഉണ്ടാക്കണം, അതുണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് ഡയമണ്ട്സ് എടുക്കാം. നമ്മൾ ഇന്നലെ ഡയമണ്ട്സ് വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ എനിക്ക് ഫുൾ ഇതാക്കാൻ പോവാണ്. ഡയമണ്ട് ലെജിറ്റ് ഉണ്ടാക്കിയ ഫുൾ ഡയമണ്ട് ആർമർ. നമ്മളെ ഫസ്റ്റ് ആർമർ ഉണ്ടായി കഴിഞ്ഞു. നല്ലൊരു തന്നെയാണ്, നല്ലൊരു ഫീലിംഗ് തന്നെയാണ് ഇത് പറഞ്ഞാല്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ സർവൈവൽ കളിക്കണം എന്നൊരു ഇതുള്ളത്. അപ്പം ഒന്ന് നോക്കടാ ധാരാന്ന് തണ്ടർ സ്പാർക്ക് ഇൻ ഡയമണ്ട് ആർമർ. എൻജാൻഡിങ് ഒക്കെ ചെയ്യാം. അവിടെ എൻജാൻഡിങ് ടേബിൾ ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ നോക്കാം. നമുക്ക് നിങ്ങളുടെ ഐഡിയ ആണ് എനിക്ക് പ്രധാനം. നിങ്ങളൊരു ഐഡിയ പറഞ്ഞാല് ഞാൻ അത് ചെയ്തോളാം.
അപ്പൊ നമുക്ക് ഇതാ നമ്മളെ ഡീപ് സ്ലേറ്റ് എമറാൾഡ് ഒക്കെ കിട്ടി. ഇനി നമുക്ക് ആക്സ് ഉണ്ടാക്കണം. പക്ഷെ കയ്യിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാല് വുഡില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് പ്ലാങ്ക് ആക്കാനായിട്ട് കുറച്ച് ഇതെടുക്കും. ഒരെണ്ണം മതി, ഇതൊക്കെ മതി. ഒരു കാമ്പൊരുത് മാതിരി ഉണ്ടാവും. ഇതെന്താ ലോങ് ആക്സ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഡയമണ്ട്സ് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളുടെ ബ്രോന്റെ പുറത്ത്, കുതിര ബ്രോന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് പോകുന്നു. ബാക്കിയുള്ള ഡയമണ്ട്സ് ഇതാ. ഈ ഡയമണ്ട്സ് ഒന്നും ഇല്ലല്ലോ. ബാ ബ്രോ, നമുക്ക് പോവാം. നമ്മൾ അവിടെ എത്തിയിട്ട് നിങ്ങളെ കാണാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിതാ എത്താനായി. കുറച്ച് ദൂരം നീ ഓടിയില്ലേ ബ്രോ? ഓക്കെ, ഇനി നമ്മളിതാ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തു. വിരട്ടാണല്ലോ. പക്ഷെ ഭാഗ്യത്തിന് നമ്മള് ലാൻഡ് ഗൺസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ഇവിടെ ഇതാ നമ്മളെ കോർണർ. പക്ഷെ നമുക്കൊരു മിഡിൽ പാർട്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് എന്താ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ എത്രയുണ്ട്? 1 2 3, അവിടെ 1 2 3 ഉണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയാല് പറ്റൂല. അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. 2 3 4 5 ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇവിടെ വെച്ചായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ പെട്ടെന്ന് മൈൻ ചെയ്ത് എടുത്താല് നമുക്ക് ഒരടുത്തൊരു ഇത് കിട്ടും. ഇവിടെ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈന്റെ ഒരു സെന്റർ കണ്ടുപിടിക്കാം. അതിന് ഈ ബ്ലോക്കിന്റെ ഒക്കെ സെന്റർ എന്ന് പറയുമ്പോ ഇതായിരിക്കും. ഇപ്പൊ 1 2 3 4 5 ഒരു ബ്ലോക്കും കൂടെ അവിടെ നിന്ന് എടുക്കണം. എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് 3ാമത്തെ ബ്ലോക്ക്. 1 2 3 4 5 6 7 8 9. ഇപ്പൊ ഒരു ബ്ലോക്കും കൂടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം ഒരു ഇത് കിട്ടും. ഇവിടെ ഇപ്പത്തേക്ക് മാത്രമായിട്ട് ഇവിടെ വെക്കുക. അപ്പൊ ഇവിടെ നിന്ന് 3 2 3 4 5 ഇതാണ് നമ്മുടെ ബ്ലോക്ക്. ഇതാണ് ഒരു സെന്റർ എന്ന് പറയുന്നത്. അതന്നെ 1 2 3 4 5. ഇവിടെ നിന്ന് 1 2 3 4 എവിടെയാ? 1 2 3 4 5 1 2 3 4 ഒരു ബ്ലോക്കും കൂടെ ഒഴിക്കണ്ടി. അല്ലല്ലോ ഇത് സിമെട്രി ആവുള്ളൂ. നിങ്ങളെ സിമെട്രി ആയോ? ഒരു സിമെട്രി കിട്ടുന്നില്ല. ഇതാണ് 4 വെക്കാനും ഒരിത്. അതാണ് അപ്പൊ ഇവിടെ നിന്ന് ഇതെത്ര ഉണ്ട്? 1 2 3 4 5 6. 6ന്റെ പകുതിയാണ് 3. ഇത് 3ല് ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് 2 3 തന്നെയാണ്. അപ്പം എന്താ ചെയ്യാ? ഒരു കൃത്യൊരു സെന്റർ കിട്ടണമെങ്കിൽ ഞാനൊരു കണക്ക് കൂട്ടിട്ട് വിടാം. അതൊക്കെ മതി. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്റ്റോൺ വെച്ചിട്ട് അവിടെ നിന്ന് കൊടുക്കാം. ഇവിടെ സ്റ്റോൺ വെക്കുക. മേലെ ഇവിടെ ഒരു ചെറിയൊരു ഇത് കുഴിച്ചെടുക്കണം. ബോട്ട്സ് പില്ലർ ഇവിടെ മേലെ വെച്ചിട്ട് വേണം നമുക്ക് തുടങ്ങാൻ. സെന്റർ ആണ് തോന്നുന്നു, പക്ഷെ കൃത്യ സെന്ററിൽ വെക്കേണ്ടെന്ന് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനിയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട്, അല്ല വേണ്ട, ഇങ്ങനെ വെച്ചിട്ട്
ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇവിടെ എമറാൾഡ് ഓർ വെക്കുക. ഇവിടെ നമ്മളെ ഡീപ് സ്ലേറ്റ് എമറാൾഡ് ഓർ വെച്ച് ഗൈസ് ഇതിന്റെ മേലെയൊക്കെ കുഴിച്ചിട്ട് ഇതിന്റെ മേലെ കുറച്ച് ഭംഗിയാക്കിയിട്ട് നമുക്ക് അടുത്ത റയറസ്റ്റ് ഇതിന് വേണ്ടി പോവാ. അല്ലെങ്കിൽ ഗൈസ് നമ്മൾ വേറെന്താ ചെയ്യണ്ടേ? വേറെന്താന്ന് വെച്ചാ ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാല് വേറെ എന്താ നീ ചെയ്യണ്ടേ? നീ എല്ലാ ഓർസും നീ മൈൻ ചെയ്തെടുത്തിട്ട് അതിങ്ങനെ ഒരു ഷോന് മാതിരി വെക്കണോ, അല്ലെങ്കിൽ ഡ്രാഗൺ എഗ് കൊണ്ടുവരണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു. ഞാന് ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്യും. എന്താന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഫാൻസിനെ ഭയങ്കര ഇഷ്ടം. ആർക്കും ഇഷ്ടം തന്നെയാണ്, എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് എന്റെ ഫാൻസിനെ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയനും എനിക്കും തന്നെയാണ്. പക്ഷെ ഒരു ബ്രോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു ബോൺ മീൽ ഫാർം ഉണ്ടാക്കാൻ. അത് ഞാൻ ഉണ്ടാക്കാം. അത് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ ബ്രോനെ ഇഗ്നോർ ചെയ്യല്ല. ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോ ഞാൻ നാളെ ഫ്രീ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഉണ്ടാക്കി തരാം. ഇല്ല അയ്യോ അങ്ങനെ കുഴിച്ച് അങ്ങോട്ട് കുഴിച്ച് മാറ്റിച്ച് പിക്കാക്സ് ഇപ്പൊ പൊട്ടോടാ. കാരണം പുതിയ പിക്കാക്സും ഇല്ല, കാരണം ഉണ്ടാക്കാനും മറന്നുപോയി. വെരി അൺഫോർച്ചുനേറ്റ്. ഈ മതിലൊക്കെ റെഡി ആക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഓഫ് ക്യാമറ അത് ചെയ്യാം. അപ്പോ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര ഇതായിരുന്നു. ഞാൻ ഈ സീരീസ് ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് 70 സബ്സ്ക്രൈബേഴ്സ് ആയി. 70 എന്ന് പറയുമ്പോൾ 20 സബ്സ്ക്രൈബേഴ്സ് കൂടി. എന്നാലും ആ 20 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഭയങ്കര ഇതാണ്. നമുക്ക് ഇനി ഒരു 100ലേക്ക് എത്താനാണ് ആഗ്രഹം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറ്റാണ് നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയണം, നിങ്ങളുടെ കസിൻസിനോട്, എല്ലാരോടും എന്റെ പറ്റിയൊന്ന് പറയണം. അപ്പൊ ശരി ഗൈസ്, നമ്മളുടെ ഇവിടെ നമുക്ക് നമ്മളെ ഇതിന്റെ അടുത്ത് തന്നെ ഇരിക്കാം. ഓക്കെ, നമ്മൾ പോവാണ് ഗൈസ്. ടാറ്റ ബൈ ബൈ, സി യു ലേറ്റർ.